നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ റിവിഷന്റെ ആദ്യത്തെ പാർട്ടാണിത്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച പഠിച്ചതിൻ്റെ ഒരു ഓടിച്ചുള്ള റിവിഷനാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടോ ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ കുറേ പദ്ധതികൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പം അതിലുള്ള ഒന്ന് രണ്ട് പദ്ധതികൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കുകയാണ്. എന്താണ് വയോസാന്ത്വനം എന്ന് പറയുന്നത്? വയോ എന്ന് പറയുമ്പോഴത്തേക്ക് വയസ്സായവർക്കുള്ളതാണ്, അവർക്കുള്ള ഒരു സാന്ത്വനം. എന്താണ് നമ്മൾ പഠിച്ചത്? വൃദ്ധരായ അനാഥ രോഗികളെ പരിചരിക്കാൻ കോഴിക്കോട് ജില്ലയിലെ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് വയോസാന്ത്വനം എന്ന് പറയുന്നത് അല്ലേ. ഇതെല്ലാം നമ്മൾ പഠിച്ചത്. ഇതേ കണക്ക് നമ്മൾ കുറേ വയസ്സായവർക്കുള്ള പദ്ധതികൾ പഠിച്ചു. ഇതെല്ലാം നിങ്ങളൊന്ന് ഓടിച്ചൊന്ന് റീകളക്ട് ചെയ്യുക. ഓക്കെ, ഇനി മാതൃയാനം എന്താണ്? അമ്മയ്ക്കും കുഞ്ഞിനും അല്ലേ, അമ്മയ്ക്കും കുഞ്ഞിനും APL BPL വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങളിലെയും അമ്മയ്ക്കും കുഞ്ഞിനും എന്താണ്, വീടുകളിൽ സൗജന്യമായിട്ട് എത്താനുള്ള പദ്ധതിയാണ് മാതൃയാനം എന്ന് പറയുന്നത്. ഇതേ കണക്ക് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ പഠിച്ചു. അത് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ന്യൂസാണ് ആദിത്യയെ പറ്റി അല്ലെ. ആദിത്യ L1 അത് നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സൗര നിരീക്ഷണ ദൗത്യമാണ് ഏതെന്ന് പറയുന്നത്? ആദിത്യ L1 എന്ന് പറയുന്നത്. L1 എന്താന്ന് പഠിച്ചു, L1 കണ്ടെത്തിയത് ആരാന്ന് പഠിച്ചു. ഇതെല്ലാം നിങ്ങളൊന്ന് ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്ത് വെക്കുക. അപ്പം ലഗ്രാഞ്ച് പോയിന്റ് L1നെ പറ്റി, അതിനെപ്പറ്റി പഠിക്കാനും നമ്മുടെ സൂര്യനെ പറ്റി പഠിക്കാനുമാണ് ആദിത്യ L1 പോയിരിക്കുന്നത്. ഓക്കെ അല്ലേ. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? അടുത്ത ചെമ്മീൻ എന്താന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ചെമ്മീൻ നോവൽ ആരുടെയാണ്? തകഴി ശിവശങ്കര പിള്ളയുടെയാണ്. ഈ ചെമ്മീൻ എന്ന നോവലിനെ ജപ്പാനീസിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? തക്കാക്കോ മുല്ലൂരാണ്. ആരാണ്? തക്കാക്കോ മുല്ലൂരാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചെമ്മീനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചായിരുന്നു. എല്ലാം നമ്മുടെ മനസ്സിൽ ഓടി എത്തണം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഓൺലൈൻ ഗെയിമിനും ചൂതാട്ടത്തിനും 28% GST ഏർപ്പെടുത്തി. അത് നമ്മുടെ മനസ്സിലിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്? ഓൺലൈൻ ഗെയിമിനും ചൂതാട്ടത്തിനും 28% GST ഏർപ്പെടുത്തി. അടുത്ത എന്താണ്? നമ്മൾ പഠിച്ച കുറേ അവാർഡുകളെ പറ്റി പഠിച്ചായിരുന്നു. എന്താണ്? ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ആർക്കാണ്? ഭക്ഷ്യം വെച്ച് നമ്മൾ കണക്ട് ചെയ്തതാണ്. ആഹാരം ഉണ്ടാക്കുന്ന വയലിലാണ്. അപ്പം എന്താണ്? ചെറുവയൽ രാമൻ കണക്ട് ചെയ്തതാണ്. പിന്നെന്താണ്? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, മാതൃഭൂമി മാതാവിൻ്റെ സേതു. ഓക്കെ, അപ്പം മാതൃഭൂമി സേതുവിനെന്ന് നമ്മൾ പഠിച്ചു വെച്ചു. അടുത്ത M മുകുന്ദൻ എന്താണ്? തകഴി പുരസ്കാരം കിട്ടി. ഇത് നമ്മൾ പഠിച്ചതാണ്. അടുത്ത എന്താണ്? ബഷീർ അവാർഡ് M മുകുന്ദൻ. അപ്പൊ തകഴിയും ബഷീറും, തകഴി പുരസ്കാരവും ബഷീർ പുരസ്കാരം ആർക്ക് കിട്ടി? നമ്മുടെ M മുകുന്ദന് കിട്ടി. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത എന്താണ്? നവമലയാളി സാംസ്കാരിക പുരസ്കാരം ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. അരുന്ധതി റോയ്ക്ക് ആയതുകൊണ്ട് ഈ ഒരു പുരസ്കാരം പഠിച്ചു വെച്ചേക്കുക. നവമലയാളി സാംസ്കാരിക പുരസ്കാരം ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. ഓക്കെ, അടുത്ത എന്താണ്? നമ്മുടെ നോബൽ പ്രൈസ് വൈദ്യശാസ്ത്രത്തിന് കിട്ടിയത് ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആർക്കൊക്കെയാണ്? കാതലിൻ കാരിക്കോ, ഡ്രൂ വൈസ്മാൻ. നമ്മൾ പഠിച്ചതാണ്. മെഡിക്കൽ എൻട്രൻസ് ബുദ്ധിയുള്ളവർ കയറിക്കോ അല്ലേ, ആ കോഡ് വെച്ച് നമ്മൾ പഠിച്ചതാണ്. ഇതുപോലെ എല്ലാ നോബൽ പ്രൈസും ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത എന്താണ്? ബ്രിക്സ് സംഘടനയിൽ എത്ര അംഗങ്ങളെ കൂടി ആഡ് ആക്കി? എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങളും കൂടെ പുതുതായിട്ട് വന്നു. ആരൊക്കെയാണ്? UAE, സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളെയും കൂടെ ആഡ് ആക്കി എന്ന് പറയുന്ന ന്യൂസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് പദ്ധതിയാണ് നമ്മുടെ ഗഗൻയാൻ അല്ലെ. ഗഗൻയാനാണ് നമ്മുടെ ഈ വർഷത്തെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ഗഗൻയാനെ പറ്റി നല്ല രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് ഗഗൻയാൻ? ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? ആദ്യം പോയ റോബോട്ട് ഏതാണ്? ഇതിന്റെ മിഷൻ ഡയറക്ടർ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിവിഷന് വേണ്ടി കൊണ്ടുവന്നത്. നമ്മൾ റിവിഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ആദ്യം തൊട്ട് നിങ്ങളെ പഠിപ്പിക്കലല്ല, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് വെക്കേണ്ട പോയിന്റ്സ് ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കുക മാത്രമാണ്. ഓക്കെ, അപ്പം ഞാനിപ്പം നോബൽ പ്രൈസിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളൂ, ഒരു നോബൽ പ്രൈസേ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ അത് മാത്രമല്ല, നോബൽ പ്രൈസ് മൊത്തം പഠിക്കുക. ഗഗൻയാൻ ദൗത്യം കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ ആദിത്യയും കൂടെ പഠിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇതൊക്കെ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.